നൂറ്റാണ്ടുകളുടെ ചരിത്രം പേറുന്ന ഒരു ദുർഗം. പ്രണയവും സന്തോഷവും മാത്രമല്ല, വിരഹവും ദുഃഖവും കണ്ട ഒരു കോട്ട. അമൂല്യമായ നിധികൾ ഉള്ളിൽ സൂക്ഷിച്ചിട്ടും പല അപകടങ്ങളിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ഒരു അത്ഭുത നിർമ്മിതി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അഭിമാനമായി ഇന്നും നിലകൊള്ളുന്ന വിൻസർ കാസിൽ. നിങ്ങൾ കാണുന്നത് ചരിത്ര സാക്ഷികൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വിൻസർ കാസിലിൻ്റെ അത്ഭുതകരമായ ചരിത്രമാണ്. ഇംഗ്ലണ്ടിലെ ബെർക്ക്ഷയർ ജില്ലയിലാണ് വിൻസർ കാസിൽ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 13 ഏക്കറിൽ കൂടുതൽ വിസ്തൃതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. വിൻസർ കാസിൽ ഒരു സാധാരണ കോട്ടയല്ല, ഇത് വിവിധ ഭാഗങ്ങളായി വിഭജിച്ച ഒരു വലിയ സമുച്ചയമാണ്. വൃത്താകാരത്തിലുള്ള വലിയ ഗോപുരവും അതിനെ ചുറ്റിപ്പറ്റി നിർമ്മിച്ച കെട്ടിടങ്ങളും ചേർന്നതാണ് ഇതിൻ്റെ രൂപം. പടിഞ്ഞാറ് ഭാഗം ലോവർ വാർഡ് എന്നും കിഴക്ക് ഭാഗം അപ്പർ വാർഡ് എന്നും അറിയപ്പെടുന്നു. സാക്സൺ കാലഘട്ടം അഥവാ 9-ാം നൂറ്റാണ്ട് മുതൽ ഈ പ്രദേശം ഒരു രാജകീയ വാസസ്ഥലമായിരുന്നു. 1070-ൽ വില്യം ദി കോൺഗ്രർ ഒരു കൃത്രിമ മല നിർമ്മിച്ച് കോട്ടയുടെ വികസനത്തിന് തുടക്കം കുറിച്ചു. തുടർന്ന് ഹെൻറി രണ്ടാമൻ കോട്ടയ്ക്ക് ചുറ്റും മതിലുകളും ഗോപുരങ്ങളും പണിതു. 13-ാം നൂറ്റാണ്ടിൽ ഹെൻറി മൂന്നാമൻ കൂടുതൽ വികസിപ്പിക്കുകയും ഒരു രാജകീയ ചാപ്പൽ നിർമ്മിക്കുകയും ചെയ്തു. പിന്നീട് 1348-ൽ എഡ്വേർഡ് മൂന്നാമൻ ഈ കോട്ടയെ ഓർഡർ ഓഫ് ദ ഗാർട്ടർ എന്ന പ്രശസ്ത സംഘടനയുടെ കേന്ദ്രമാക്കി മാറ്റി. ലോവർ വാർഡിൽ സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് ജോർജ് ചാപ്പൽ ഗോതിക് ശൈലിയുടെ ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങളിൽ ഒന്നാണ്. വെസ്റ്റ്മിൻസ്റ്റർ ആബി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാജകീയ ശവകുടീരങ്ങൾ ഉള്ള സ്ഥലം കൂടിയാണിത്. ഹെൻറി അഞ്ചാമൻ, ചാൾസ് ഒന്നാമൻ, എഡ്വേർഡ് ഏഴാമൻ, ജോർജ് അഞ്ചാമൻ തുടങ്ങിയ രാജാക്കന്മാർ ഇവിടെ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. രാജാക്കന്മാരുടെ സ്വകാര്യ വാസസ്ഥലങ്ങളാണ് അപ്പർ വാർഡിലുള്ളത്. ഇവിടെ സ്റ്റേറ്റ് അപ്പാർട്ട്മെൻറ്റ്, വാട്ടർലൂ ചേംബർ, സെൻറ്റ് ജോർജ് ഹാൾ എന്നിവ ഉൾപ്പെടുന്നു. കൂടാതെ ലോകപ്രശസ്ത ചിത്രകാരന്മാരായ ലിയനാർഡോ ഡാവിഞ്ചി, മൈക്കൽ ആഞ്ചലോ, റാഫേൽ എന്നിവരുടെ അമൂല്യ ചിത്രങ്ങളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. 1992 നവംബറിൽ ഒരു വലിയ ദുരന്തം. വിൻസർ കാസിലിൽ ഉണ്ടായ അഗ്നിബാധയിൽ 100-ലധികം മുറികൾ നശിച്ചു. പക്ഷേ വിലപ്പെട്ട നിധികൾ പലതും രക്ഷപ്പെടുത്തി. 1997ഓടെ കോട്ട വീണ്ടും പുനർനിർമ്മിച്ചു അതിൻ്റെ മഹത്വം നിലനിർത്തി. നൂറ്റാണ്ടുകൾ കടന്നുപോയിട്ടും ഇന്നും ജീവിക്കുന്ന ഒരു ചരിത്രം, അതാണ് വിൻസർ കാസിൽ. ഇത്തരത്തിലുള്ള കൂടുതൽ ചരിത്ര വീഡിയോകൾക്കായി ചരിത്ര സാക്ഷികൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.